നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. വരം വൃണീഷ്വ ഇഹ. നീ ഇവിടെ ഒരു വരം ചോദിച്ചുകൊള്ളൂ. നിനക്കിഷ്ടമുള്ള വരം ചോദിക്കാം. ഒന്ന് മാത്രമേ ചോദിക്കാൻ പറ്റാതുള്ളൂ. അതെടുത്തു പറഞ്ഞു. വിനാസ്യ ജീവിതം. ഈ സത്യവാന്റെ ജീവിതം ഒഴിച്ച്, പ്രാണൻ ഒഴിച്ച് എന്തു വരമാണ് നിനക്ക് വേണ്ടത്? ചോദിച്ചുകൊള്ളൂ. അത് അല്ലയോ അനിന്ദിതേ, ഒരു പ്രകാരത്തിലും ഒരു കുറവുമില്ലാത്തവളെ. കുറവ് വരുമ്പോഴാണല്ലോ മറ്റുള്ളവർ നിന്ദിക്കുക. അങ്ങനെ നിന്ദനീയമായ യാതൊരു കുറവുമില്ലാത്ത സർവഗുണസമ്പന്നയായിരിക്കുന്ന അല്ലയോ സാവിത്രി, നീ ചോദിച്ചുകൊള്ളൂ. ദദാനിതേ സർവം അനിന്ദിതേ വരം. നീ ചോദിക്കുന്ന വരം, ആദ്യത്തെ വരമാണിത്. നീ ചോദിച്ചുകൊള്ളൂ, ഞാനത് തന്നിരിക്കും. ഉടനെ തന്നെ സാവിത്രി മറുപടി പറഞ്ഞു. സാവിത്രിയുടെ ധൈര്യവും സ്വഭാവ ഗുണവും ഇവിടെ അറിയാം. യമൻ പറഞ്ഞത് സത്യവാന്റെ ജീവൻ ഒഴിച്ച് ചോദിച്ചു കൊള്ളാനാണ്. അപ്പോൾ സാവിത്രി അതൊഴിച്ചുള്ളൊരു ചോദ്യമാണ്, ഒരു വരമാണ് ചോദിക്കുന്നത്. അവിടെ സാവിത്രി കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്തിനാണ് എന്ന് നമുക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. അത് സാവിത്രിയുടെ ധർമ്മനിഷ്ഠയെ കാണിക്കുന്നു. തൻ്റെ ഭർത്താവിനെ പൂജിക്കുക എന്നതുപോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും പൂജിക്കുക, അത് തൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ആദ്യത്തെ വരം അവൾ ചോദിച്ചത്. ആകെ ഒരു വരം കൊടുത്തു. ഇപ്പോൾ ചോദിച്ചത് അത് തന്നെയാണ്. തനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല. പകരം ദ്യുമത്സേനു വേണ്ടി. അദ്ദേഹത്തിന് കണ്ണുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. രാജ്യത്തിൽ നിന്നിട്ട് അദ്ദേഹം പുറത്താക്കപ്പെട്ടുമിരിക്കുന്നു. ഈ കുറവ് പരിഹരിക്കാൻ യമധർമ്മനാകും. അതുകൊണ്ട് ഒരു വരം ചോദിച്ചുകൊള്ളൂ, സത്യവാന്റെ ജീവൻ ഒഴിച്ച് എന്ന് പറഞ്ഞപ്പോ സാവിത്രി പറഞ്ഞു, ച്യുതസ്വരാജ്യാത് വനവാസമാശ്രിതോ വിനഷ്ട ചക്ഷുഹു ശുശുരോ മമാശ്രമേ. എൻ്റെ ആശ്രമത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ പിതാവുണ്ട്, ശുശുരനുണ്ട്. അദ്ദേഹം രാജാവായിരുന്നു, ശാൽവ രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. വിനഷ്ട ചക്ഷുഹു, കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യന് വേണ്ടുന്നതായ 5 ഇന്ദ്രിയങ്ങളും തികഞ്ഞിരുന്നാലേ സർവകാര്യങ്ങളും ഭംഗിയായി ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കാനാകുള്ളൂ. 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒരെണ്ണമെങ്കിലും നഷ്ടപ്പെട്ടാൽ വലുതായ കുറവുണ്ടാകും, വലുതായ കഷ്ടപ്പാടുണ്ടാകും. അതിലും കണ്ണാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇദ്ദേഹത്തിന് അതാണ് സംഭവിച്ചത്. ചക്ഷുസ് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു ആപത്തിൽ അദ്ദേഹം പെട്ടപ്പോഴേക്കും രാജ്യത്തിൽ നിന്നിട്ട് ശത്രുക്കൾ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിന് കാനനത്തിലേക്ക് വരേണ്ടി വന്നു. കാട്ടിനുള്ളിൽ പർണശാല നിർമ്മിച്ച അദ്ദേഹം അവിടെ വസിക്കുകയാണ്. സ ലബ്ധചക്ഷുർ ബലവാൻ ഭവേന്ദ്രഭ തവ പ്രസാദാത് ജ്വലനാർക്ക സന്നിഭ. അതാണ് അവൾ ചോദിച്ചതായ വരം. അദ്ദേഹത്തിന് കണ്ണ് ഉടനെ കിട്ടണം, കാഴ്ച ലഭിക്കണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ശാരീരികമായ ബലവും ലഭിക്കണം. രാജാവാണ്, സൈന്യത്തെ നയിക്കാനുള്ളയാളാണ്, രാജ്യത്തെ രക്ഷിക്കാനുള്ളയാളാണ്. ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശാരീരിക ബലമുണ്ടാകണം, അഭ്യാസ ബലവും ഉണ്ടാകണം. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് അദ്ദേഹത്തിന് ലഭിക്കണം. സ ലബ്ധചക്ഷുർ ബലവാൻ ഭവേന്ദ്രവ. അദ്ദേഹം, ആ രാജാവ് ഇങ്ങനെ കരുത്തനായിത്തീരണം. എന്തിനാൽ? തവ പ്രസാദാത്, അല്ലയോ ദേവ, അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ ശുശുരൻ, എൻ്റെ ഭർത്താവിൻ്റെ പിതാവ് ഇങ്ങനെ
കരുത്തുറ്റ രാജാവായി തീരണം. എങ്ങനെ? വളരെയേറെ പ്രകാശം ചൊരിയുന്ന സൂര്യനെ പോലെ പ്രപഞ്ചത്തെ തിളക്കുന്നവനായ ഒരു രാജാവായി അദ്ദേഹം മാറണം. ഇതായിരുന്നു ആദ്യം ചോദിച്ച വരം. ഇതാണ് ആ സാവിത്രിയുടെ ഹൃദയത്തിലെ ശൗചം, മനസ്സിൻ്റെ ശുദ്ധി. തൻ്റെ ധർമ്മം, താൻ വിവാഹിതയായി പ്രവേശിച്ച ആ കുടുംബത്തിൽ താൻ ചെയ്യേണ്ടതായ ധർമ്മം വളരെ ഭംഗിയായി മനസ്സിലാക്കി വച്ചിരിക്കുന്നു സാവിത്രി. അതിനനുസരിച്ച് തന്നെയാണ് അവൾ പ്രവർത്തിക്കുന്നത്. അസുലഭമായൊരവസരം. ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളൂ, സത്യവാന്റെ ജീവൻ ഒഴിച്ച് ഞാൻ തരും. തനിക്ക് വേണ്ടിയിട്ട് സാമ്രാജ്യമോ പ്രപഞ്ചാധിപത്യമോ എന്തു വേണമെങ്കിലും ചോദിക്കാം, അദ്ദേഹം കൊടുക്കും. എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവൾ ചോദിച്ചത് തൻ്റെ ശ്വശുരൻ്റെ കാഴ്ചശക്തിയും അദ്ദേഹത്തിൻ്റെ ശക്തിയുമാണ്. അദ്ദേഹത്തിന് വളരെയേറെ തേജസ്സുണ്ടാകണം, അതാണ് ചോദിച്ചത്. അതാണ് അങ്ങേയറ്റം ശുദ്ധമായ മനസ്സോട് കൂടിയവളാണവൾ. അതാണ് ധൃതി ശൗചം. കാലനോട് ഇങ്ങനെ ചോദിക്കാനുള്ള തൻ്റെ ഇടം. അതേപോലെ തന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ ആ നിർണയത്തിലുള്ളതായ ശുദ്ധി. ഉടനെ യമൻ പറഞ്ഞു, യമൻ വളരെയേറെ സന്തോഷിച്ചു സാവിത്രിയുടെ ഈ അഭ്യർത്ഥന കേട്ടപ്പോൾ. യമൻ പറഞ്ഞു, ദദാനിതേഹം തം അനിന്ദിതേവരം യഥാ ത്വയോക്തം ഭവിതാച തത്തഥാ. അല്ലയോ അനിന്ദിതേ, ഒരിക്കലും ആരാലും നിന്ദിക്കപ്പെടാത്തവളെ, ശുഭകരമായ ഗുണങ്ങളോടുകൂടിയവളെ, നീ ചോദിച്ചതായി ഈ വരം ഞാനിതാ തന്നിരിക്കുന്നു. അത് ഉടനെ തന്നെ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇതാ ഞാൻ ഒരു വരം തരാം എന്ന് പറഞ്ഞു, തന്നു കഴിഞ്ഞു. നീ ചോദിച്ചു, തന്നും കഴിഞ്ഞു. ഏറെ ദൂരം നീ യാത്ര ചെയ്തിരിക്കുകയാണ് എന്നോടൊപ്പം. തവാധ്വന ഗ്ലാനിം യുവോപലക്ഷയേ. നീ എന്നോടൊപ്പം ഇങ്ങനെ എൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നത് കൊണ്ട് നിനക്ക് ശരീരക്ഷീണം ഉണ്ട് എന്ന് നിന്റെ രൂപം കാണുമ്പോഴേക്കും എനിക്ക് മനസ്സിലാകുന്നു. അതിനാൽ നിവർത്ത ഗച്ഛസ്വ നതേശ്രമോ ഭവേത്. നീ തിരിച്ചു പോവുക, നീ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോവുക. നീ ചോദിച്ച വരം തന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി നിനക്ക് തിരിച്ചു പോകാം. നിനക്കൊരിക്കലും ക്ഷീണം ഉണ്ടാകരുത്. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇങ്ങനെ സാവിത്രിയെ യമധർമ്മൻ മടക്കി അയക്കാൻ തുടങ്ങുമ്പോൾ നല്ല ധൈര്യവും മനസ്സിൻ്റെ ശുദ്ധിയും ബുദ്ധിയും ധർമ്മബോധവുമുള്ള സാവിത്രി ഉടനെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കെങ്ങനെയാണ് ക്ഷീണം വരിക? ശ്രമക്കുതോ ഭർത്തു സമീപത്തോ ഹിമേ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സമീപത്താണ് നിൽക്കുന്നത്. അങ്ങ് എൻ്റെ ഭർത്താവിൻ്റെ പ്രാണനെയും കൊണ്ടുപോകുന്നു. അങ്ങ് പോകുന്ന വേഗതയിൽ അങ്ങയോടൊപ്പം ഞാനും വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സമീപത്താണ്. അങ്ങനെ ഭർത്താവിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവളായ ഞാൻ എങ്ങനെയാണ് ക്ഷീണിതയായി തീരുക? ഒരിക്കലും എനിക്ക് യാതൊരു ക്ഷീണവുമില്ല. അങ്ങക്ക് വെറുതെ തോന്നുന്നതാണ്. യഥോഹി ഭർത്ത മമസാഗതർ ധ്രുവ. എൻ്റെ ഭർത്താവ് എവിടേക്കാണോ പോകുന്നത്, എൻ്റെ ഭർത്താവ് എവിടെയാണോ വസിക്കുന്നത്, അതുതന്നെയാണ് എൻ്റെ ഈ സ്ഥാനം. അതിന് യാതൊരു മാറ്റമില്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഇതാ അങ്ങയുടെ കയ്യിൽ ഇവിടെ എത്തി നിൽക്കുന്നു. ഇത് തന്നെയാണ് എൻ്റെ സ്ഥാനം. അതുകൊണ്ട് എനിക്ക് യാതൊരു ക്ഷീണവുമില്ല. ഇനിയോ എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും ഇപ്പോൾ അങ്ങ് കൊണ്ടുപോകുന്നു, അതേപോലെ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ സ്ഥാനം. ഞാനും കൂടെ വരും. അതുകൊണ്ട് അല്ലയോ ദേവ, അങ്ങ് മടങ്ങിപ്പോകാൻ പറയുന്നതിനിപ്പോൾ സാങ്കത്യമില്ല. ഞാൻ ക്ഷീണിതയല്ല. ഞാൻ നിൽക്കേണ്ടിടത്താണ് നിൽക്കുന്നത്. എൻ്റെ ഭർത്താവിനോടൊപ്പമാണ് നിൽക്കുന്നത്. സുരേശ ഭൂയശ്ച വചോ നിബോധമേ. അല്ലയോ ദേവന്മാർക്ക് ഈശ്വരനായിരിക്കുന്ന അല്ലയോ യമധർമ്മ, എനിക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടാൽ. സതാം
സകൃത് സംഗമം ഈപ്സിതം പരം. ഈ ലോകത്ത് എല്ലാവർക്കും ഏറ്റവും മഹനീയമായി കൊതിക്കാവുന്നതായ ഭാഗ്യം ഏതെന്നറിയോ? ഒരിക്കലെങ്കിലും സജ്ജനങ്ങളുമായിട്ടുണ്ടാകുന്നതായ സമാഗമം. അങ്ങ് സജ്ജനമാണ്, അങ്ങ് ധർമ്മത്തെ സംരക്ഷിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് ലോകം അങ്ങയെ യമധർമ്മൻ എന്ന് പറയുന്നത്. ധർമ്മത്തെ സംരക്ഷിക്കുന്നയാളിനേക്കാളും വലിയ സജ്ജനം വേറെ ആരിയിരിക്കുന്നു? അങ്ങ് സജ്ജനമാണ്. ഭാഗ്യം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആദ്യമായിട്ട് അങ്ങയെ കാണുവാനുള്ള അവസരം ലഭിച്ചു. ലോകത്തിൽ ആർക്കും ലഭിക്കാവുന്ന വലിയ ഭാഗ്യം ഇതാണ്. വളരെയേറെ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഭാഗ്യം ലഭിക്കുള്ളൂ. ഇത് എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ആർക്കും കൊതിക്കാവുന്ന ഭാഗ്യമാണിത്. ഇനി അതിനും അപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട്. അങ്ങ് എനിക്ക് സുഹൃത്തു കൂടിയാണ്. തതപ്പരം മിത്രമിതി പ്രചക്ഷതേ. സജ്ജനത്തെ കാണാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം. എപ്പോഴും കിട്ടുന്നതല്ല. അത് കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യം. ആ സജ്ജനം നമുക്ക് മിത്രം കൂടിയായിരുന്നാലോ, സുഹൃത്തു കൂടിയായിരുന്നാലോ, അത് അതിനേക്കാളും വലിയ ഭാഗ്യമാണ് എന്ന് ധർമ്മശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആചാര്യന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മിത്രം കൂടിയായിരിക്കുന്ന സത്പുരുഷനെ കാണാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായ നേട്ടം നചാഫലം സത്പുരുഷേണ സംഗതം. സജ്ജനത്തോട്, അതും മിത്രം തന്നെയായിരിക്കുന്ന നമ്മളോട് സ്നേഹമുള്ളവനായ സജ്ജനത്തോട് ഒരു നിമിഷമെങ്കിലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ആ സമാഗമം ഉണ്ടല്ലോ, ആ കൂടിക്കാഴ്ച, അതൊരിക്കലും നിഷ്ഫലമാവില്ല. അതിന് വലുതായ മഹാത്മ്യമേറിയതായ പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് ഞാൻ സജ്ജനമായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇതാ അങ്ങയോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ സാമീപ്യം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. എൻ്റെ ഭർത്താവ് സജ്ജനം, അങ്ങും സജ്ജനം, അങ്ങ് എനിക്ക് മിത്രവും കൂടി. ഇങ്ങനെ വളരെ ബുദ്ധിപൂർവകമായിട്ട് താൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ ധർമ്മ തലം വളരെ വ്യക്തമായി സാവിത്രി പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ യമധർമ്മൻ വളരെ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, യമധർമ്മന് ഇപ്പോൾ സാവിത്രിയെ നിർബന്ധിച്ചയക്കാൻ നിവർത്തിയില്ല. എത്ര നിർബന്ധിച്ചു കഴിഞ്ഞാലും സാവിത്രി പോകാതിരിക്കാനുള്ള കാരണം പറയുകയാണ്. സജ്ജന സംസർഗമാണിത്, അത് മിത്രം കൂടിയാണ്, അതുകൊണ്ട് ഞാൻ പോകാൻ പാടില്ല. മനോനുകൂലം ബുധബുദ്ധിവർദ്ധനം ത്വയായദുക്തം വചനം ഹിതാശ്രയം. അല്ലയോ കുഞ്ഞെ, നീ പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് ബുധന്മാരുടെ ബുദ്ധിയെപ്പോലും വർദ്ധിപ്പിക്കുന്നതാണ്. അറിവുള്ള ആളുകൾക്ക് പോലും കൂടുതൽ 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 അറിവ് പകരുന്നതാണ്. അത് എനിക്ക് എൻ്റെ മനസ്സിന് വളരെയേറെ അനുകൂലമായി തോന്നുന്നു. നീ പറഞ്ഞതെല്ലാം എനിക്ക് സമ്മതമാണ്. പറഞ്ഞത് പരമധർമ്മമാണ്, അത് ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് അതിനെ എനിക്ക് നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് അല്ലയോ സാവിത്രി, ഞാൻ നിനക്ക് ഒരു വരം കൂടി തരാം. രണ്ടാമത്തെ വരം കൊടുക്കാൻ ഒരു വരം കൂടി തരാം. ആകെ ഒരു കാര്യം, നിനക്ക് ഏതു വേണമെങ്കിലും ചോദിക്കാം, ഈ സത്യവാന്റെ ജീവിതം ഒഴിച്ച്. അത് ഓരോ വരവും ചോദിച്ചു കൊള്ളാൻ പറയുമ്പോഴേക്കും അതിൻ്റെ മുന്നോടിയായി അങ്ങനെ സത്യവാന്റെ ജീവിതം ഒഴിച്ച് എന്ന് പറഞ്ഞുകൊണ്ടേ അദ്ദേഹം അവസരം കൊടുക്കുള്ളൂ. സത്യവതോസ്യ ജീവിതം വരന്തുതീയം വരയസ്വഭാമിനി എന്നാണ് യമധർമ്മൻ സാവിത്രിയോട് പറഞ്ഞത്. അപ്പോൾ സത്യവാന്റെ ജീവിതം ചോദിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. സത്യവാന്റെ ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സാവിത്രിയുടെ ഈ പരിശ്രമം. പക്ഷേ ഇപ്പോഴും അതിന് യമധർമ്മൻ അനുവാദം തന്നിട്ടില്ല. പക്ഷേ ഒരു വരം കൂടി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും യുക്തമായി ധർമ്മ്യമായിട്ട് ചോദിക്കണം.
അതിനാരും സാവിത്രിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സാവിത്രിക്ക് അറിയാം. സാവിത്രി പറഞ്ഞു, ഹൃദം പുരാമേ ശുശുരസ്യ ധീമതഃ സ്വമേവ രാജ്യം ലഭതാം സപാർത്ഥിവ. എൻ്റെ ശുശുരനായിരിക്കുന്ന അമ്മായിയച്ഛനായിരിക്കുന്ന ദ്യുമത്സേന മഹാരാജാവിൻ്റെ രാജ്യം നേരത്തെ തന്നെ അപഹരിക്കപ്പെട്ടു, ശത്രുക്കളാൽ അപഹരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ട അവസരത്തിൽ ആ അവസരം വിനിയോഗിച്ചിട്ടാണ് അവര് അദ്ദേഹത്തിന്റെ രാജ്യത്തെ അപഹരിച്ചത്. ധീമാനാണ് അദ്ദേഹം, ജ്ഞാനിയാണ് അദ്ദേഹം. പക്ഷേ എന്ത് ഫലം? രാജ്യം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ലഭതാം സപാർത്ഥിവ, സ്വമേവ രാജ്യം ലഭതാം സപാർത്ഥിവ, അദ്ദേഹത്തിന് അധികാരപ്പെട്ടതായ ആ രാജ്യം മടക്കി കിട്ടണം. അദ്ദേഹത്തിന് അത് കിട്ടട്ടെ. ആ പ്രകാരത്തിൽ അങ്ങ് അനുഗ്രഹിക്കണം. രാജ്യം സ്വയം തന്നെ തിരിച്ചു കിട്ടാൻ പാകത്തിന്, സ്വന്തമായ രാജ്യം തിരിച്ചു കിട്ടാൻ പാകത്തിന് അങ്ങ് അനുഗ്രഹിക്കണം. എന്ന് മാത്രമല്ല, ജഹ്യാത് സ്വധർമ്മം നചമേ ഗുരുറിയഥ, അദ്ദേഹം ഒരിക്കലും തൻ്റെ ധർമ്മത്തെ മറന്നു പോകരുത്. ധർമാചരണത്തിനുള്ളതായ നിഷ്ഠ അദ്ദേഹത്തിൽ കുറഞ്ഞു പോകരുത്. കാരണം കാലം നിരന്തരം പ്രവഹിക്കുന്നതാണ്. കാലം പല പ്രകാരത്തിലുള്ളതായ പ്രകൃതി വാസനകളെ മനുഷ്യ മനസ്സിനുള്ളിൽ പ്രചോദിപ്പിക്കും. അങ്ങനെ വരുമ്പോഴേക്കും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായി എന്ന് വരാം. അങ്ങനെ ചാഞ്ചല്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കുന്നവനായ യമധർമ്മന്റെ പ്രത്യേകമായ അനുഗ്രഹം വേണം. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സ് ധർമ്മത്തിൽ തന്നെ എന്നും ഉറച്ചു നിൽക്കണം. ദ്വിതീയമേതത് പരയാമിതേ വരം. അല്ലയോ ദേവദേവ, ഞാൻ അങ്ങയോട് ഇതാ ഈ രണ്ടാമത്തെ വരം അങ്ങ് തരാമെന്ന് പറഞ്ഞല്ലോ, ഇത് തന്നെ ഞാൻ ചോദിക്കുന്നു. അപ്പോഴേക്കും യമധർമ്മൻ പറഞ്ഞു, സ്വമേവ രാജ്യം പ്രതിപത്സ്യതേ ചിരാത് നജസ്വധർമാത് പരിഹാസ്യതേ നൃപ. രാജാവായിരിക്കുന്ന ദ്യുമത്സേനന് സ്വന്തം രാജ്യം യാതൊരു കുറവും കൂടാതെ, യാതൊരു കഷ്ടപ്പാടുകളും കൂടാതെ സർവ ഐശ്വര്യ സമ്പൂർണമായിട്ട് ഉടനെ തന്നെ മടക്കി കിട്ടും. യാതൊരു പരിഭ്രമവും വേണ്ട. എന്ന് മാത്രമല്ല, ഒരിക്കലും അദ്ദേഹം ധർമ്മത്തിൽ നിന്ന് വഴുതിപ്പോവില്ല. പ്രകൃതിയുടെ പ്രലോഭനങ്ങൾ ഏത് പ്രകാരത്തിൽ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് വഴുതാത്തതായ ഉറപ്പ് ആ മനസ്സിനുണ്ടാകും. പ്രകൃതിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഇളക്കി മറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലയോ രാജകുമാരി, നീ മടങ്ങിപ്പോയിക്കൊള്ളുക. കൃതേന കാമേന മയാ നൃപാത്മജേ. അല്ലയോ രാജകുമാരി, നീ ചോദിച്ചതായ ആഗ്രഹം രണ്ടും ഞാനിതാ തന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായല്ലോ. അതുകൊണ്ട് നിവർത്ത ഗച്ഛസ്വ, നീ തിരിച്ചു പോവുക, ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഇന്നത്തെ ശ്രമോ ഭവേത്, നിനക്കൊരിക്കലും ക്ഷീണം ഉണ്ടാകരുത്. നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ ഇത്ര വേഗത്തിൽ പാഞ്ഞു വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിന്റെ ശരീരത്തിന് അത് താങ്ങാനാവില്ല. അതുകൊണ്ട് നിനക്ക് ക്ഷീണം ഉണ്ടാകും. അങ്ങനെ ക്ഷീണം ഉണ്ടാകരുത്. അതുകൊണ്ട് നീ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് സാവിത്രിയോട് യമധർമ്മൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, അനുഗ്രഹത്തോടു കൂടിയിട്ട്, സുഹൃത്തായിരിക്കുന്ന ദേവന്റെ അതേ മനോഭാവത്തിൽ പറഞ്ഞു.